ശരി, ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഒരു ട്രഷർ ഹണ്ട് പോലത്തെ ഒരു ഗെയിമാണ്. പിന്നെ ഈ ഫ്ലോറിൽ, അതായത് ഇത്രയും ചുറ്റളവില് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് കൊള്ളാം, നല്ല കുറെ ക്ലൂസ് ഉണ്ട്, സമ്മാനം ഉണ്ടാവും, ചിലപ്പോൾ ടാസ്ക് ആയിരിക്കും, അങ്ങനെ അങ്ങനെ അങ്ങനെ. യുനോ, ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഫ്രണ്ടിനെ നമ്മൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു അവസരം കിട്ടും, ചിലപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടും. എനിക്ക് അജു ചേട്ടനാണെങ്കിൽ അജു ചേട്ടൻ എനിക്ക് ഇപ്പൊ ഇറങ്ങിയ മാക് പ്രോ മതി കേട്ടോ. പ്ലീസ് അജു ചേട്ടനെ തന്നെ ഇനി എങ്ങാനും അജുനാണ് ഗിഫ്റ്റ് കിട്ടുന്നത്. ഇറങ്ങി ഐഫോൺ ഞാൻ അപ്പുറത്ത് കണ്ടെന്ന് ആസ്വദിച്ചിട്ട് ഇതാണല്ലേ കൊള്ളാന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയാളെ. ശരി, അപ്പൊ എന്തായാലും ഇവരുടെ ഗെയിമിലേക്ക് നമുക്ക് പോവാം. റെഡി? യെസ്. അപ്പോ ഗെയിം ഒരു ട്രഷർ ഹണ്ട് മൂഡിലുള്ള ഒരു ഗെയിമാണ്. ഇവിടെ മൊത്തം കുറെ ക്ലൂസ് ഉണ്ട്. ഞാൻ ആദ്യം ഒരു ക്ലൂ അങ്ങ് ഇട്ട് തരും, പിന്നെ അവിടെ നമ്മൾ കണക്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ പോവാം. ഈസിയാണ്, ടെൻഷൻ വേണ്ട. റെഡി? നിങ്ങൾ ആദ്യം ആരാണ് ഈ ഗെയിം തോൽക്കാൻ? ശരി, ഷംന. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഷംന ആദ്യമായിട്ട് ഈ ഗെയിമിന് തുടക്കം കുറിക്കുകയാണ്. ആദ്യത്തെ ക്ലൂ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അതനുസരിച്ച് വേണം ഷംനയുടെ മൂവ്മെന്റ്. നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ പോക്കറ്റിനകത്ത് പോയി നോക്കുക. ക്രിസ്മസ് പാപ്പയുടെ പോക്കറ്റിനകത്ത് പോയി ഷംന നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടും. അയ്യോ, ഇതൊരു ഗിഫ്റ്റ് ആണ്. പുൽക്കൂട്ടിന്റെ പിന്നിലുണ്ട്. ഓക്കെ, കിട്ടി. ഓടിവാ ഫ്രണ്ടിലേക്ക്. ആദ്യത്തേത് ഞാൻ എടുക്കാറ്. ഓടി വരണ്ട, പയ്യെ വന്നാ മതി. എടുക്കട്ടെ? ഞാൻ അറിയില്ല ഗിഫ്റ്റ് ഒക്കെ അടിക്കും. ടാസ്ക് ആയിരിക്കും വിചാരിച്ചു. എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിനീഷ് എന്ന ക്യാമറമാനോട് അപേക്ഷിച്ചാൽ കിട്ടും. ആരാ ഇവിടെ വിനീഷ്? നന്നായി അപേക്ഷിക്കണം. അതായത് വെറുതെ അപേക്ഷിച്ചാൽ പറ്റില്ല, നല്ല സ്നേഹത്തോടെ അപേക്ഷിക്കണം. ഒരു ഉമ്മ എടുത്താൽ പെട്ടെന്ന് കിട്ടും. വിനീഷ് പ്ലീസ്, വിനീഷ്. ഉമ്മ എടുത്താൽ പെട്ടെന്ന് കിട്ടും. ഉമ്മ എന്നല്ല, വിനീഷ് പ്ലീസ്. അയ്യോ, ഞാൻ പാവല്ലേ, അങ്ങ് കണ്ടാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പാവല്ലേ. സോസിക്ക് ഹെൽപ്പ് ചെയ്യൂ. നമ്മുടെ ക്യാമറമാൻ അതാണ്, അദ്ദേഹത്തെ നോക്കി പറയൂ. അയ്യോ പ്ലീസ്. അടുത്തോട്ട് ചെന്നോളൂ, അടുത്തോട്ട് ചെന്ന് പറയൂ. ചേട്ടാ പ്ലീസ്, ചേട്ടാ എനിക്ക് കിട്ടുന്നതിൽ ഞാൻ പകുതി ചേട്ടന് തരാം. അടിയാണെങ്കിലും വിനീഷ് പ്ലീസ്, പ്ലീസ്. ഒരു അടിപൊളി ചോക്ലേറ്റ് കൊടുത്തിരിക്കുകയാണ്. അത് വിനീഷ് ഏട്ടൻ. ഞാൻ ഇവിടെ 2 വർഷമായി ആങ്കർ ചോക്ലേറ്റ് പോലും മിണ്ടിയിട്ടില്ല. അപ്പോഴാ ചോക്ലേറ്റ് മിണ്ടിട്ട് പോലും ഇല്ല. അപ്പോഴാണ് ചോക്ലേറ്റ് ഒരു നാരങ്ങ മുട്ടായി പോലും വാങ്ങിച്ചു തന്നില്ല. അത് ഇത്രയും ചോക്ലേറ്റ്. അതാണ്. ഇപ്പൊ എന്തായാലും തന്ന ഞാൻ കഴിക്കണം കേട്ടോ. കഴിക്കണം. തുറക്ക്. ഇനി അതൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് കഴിച്ചുകൊണ്ട് ഗെയിം ഞാൻ റൂമിൽ പോയി തുറക്കാം. വേണ്ട. ഇനി നമുക്ക് അജുവിനെ ഗെയിം കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ? അത് കേക്ക് ആവണേ. അജുവിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ LED വാളിന്റെ മുൻപിലെ റിബൺ കെട്ടിയ പച്ച ബലൂൺ പൊട്ടിക്കുക. അതാണ്, കണ്ടോ? ആ LED വാളിന്റെ അവിടെ ഒരു ബലൂൺ ഉണ്ട്. ഉറ്റ സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് പുതിയതായി സംവിധാനം ചെയ്യാൻ പോകുന്നു. ഓക്കെ, അതായത് ഇൻഡസ്ട്രിയിലുള്ള ഒരു ഉറ്റ സുഹൃത്തിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ഫോൺ എടുക്കില്ല. നോക്കാലോ, നമുക്ക് നോക്കാം. ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറയണം, ആരാന്ന് വെച്ചാ, എടാ ഞാൻ ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുത്തു, ഞാൻ ഉടനെ തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ്, നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കും. ഭഗത്തിനോട് പറയാം. അതായത് ഇങ്ങനെ പറഞ്ഞാൽ മതി, നീ ഇങ്ങോട്ടൊന്നും. ഹലോ, നീ ഒരു ഷോയിലാണ്. ഓക്കെ,
ഞാനൊരു ഷോയിലാണോ? ആ, നീ പറയുന്നതൊക്കെ കേൾക്കാം. എനിക്ക് കേൾക്കണം നീ പറഞ്ഞത്. നീ പറയുന്നതൊക്കെ നാട്ടുകാർക്ക് കേൾക്കാം. ഓക്കെ, ഓക്കെ പറഞ്ഞോ. നീ ഇങ്ങോട്ട് വരാൻ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കേ. എൻ്റെ കൂടെ അതെ, സംഭവം അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇന്നൊരു ഒരു പ്രൊഡ്യൂസറെ കണ്ടു. ഓക്കെ, ഓക്കെ അപ്പം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പം നമ്മുടെ പടത്തിൻ്റെ ഡേറ്റിൽ എനിക്ക് ഡേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഓക്കെ. അത് പറയാനാണ് വിളിച്ചത്. ഓഹോ, നിന്റെ അഭിപ്രായം എന്താ ഞാൻ സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച്? ഇപ്പം നല്ല അഭിപ്രായം. നീ നല്ല കാലിബറുള്ള ആളല്ലേ, നീ ചെയ്യ്. ആണല്ലേ? ആ, എന്നാ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് നിന്റെ സിനിമ നടക്കൂല. അതൊരു കുഴപ്പമാണ്. എന്റെ സിനിമ നടക്കൂലെന്നോ? ആ, ഇപ്പം ഞാൻ സംവിധാനം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു 3-4 മാസം എന്താണേലും മാറ്റി വെക്കണമല്ലോ, നാച്ചുറലി. ആ, അത് ശരിയാ. എന്നാ ഇപ്പൊ തൽക്കാലം വേണ്ട. ഞാനേ ഇവിടെ ഷംന കാസിമും ശ്വാസികയുണ്ട്. റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ അമൃതയുടെ പ്രോഗ്രാമിൽ നിന്നാണ്. എന്നാ പിന്നെ വേണ്ട, ചെയ്യണ്ട. അതെ, സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ ചെയ്യണ്ടല്ലേ ആജു, സംവിധാനം ഇപ്പൊ തൽക്കാലം ചെയ്യണ്ടല്ലേ? തൽക്കാലം ചെയ്യണ്ട. എന്റെ പച്ചകളെ പത്രികളായിരിക്കും. ഒരു 3 മാസം കഴിഞ്ഞിട്ട് ആലോചിച്ചാലോ? അപ്പൊ അവൻ എന്ത് വേണേലും ചെയ്തോട്ടെ. ഓക്കെ അല്ലയാ? ശരി, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. എന്തായാലും ആക്ടർ ഭഗത്താണ് ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത്. സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ പാവം ആദ്യം ഓക്കെ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അവന്റെ സിനിമയെ ബാധിക്കും, നടക്കില്ല എന്ന് പറഞ്ഞപ്പോ പാവത്തെ ഒരു ടെൻഷനായി. എന്താ അറിയോ, 6 മാസമായിട്ട് അവനത് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ തുടങ്ങാൻ നിൽക്കുക. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഞാൻ സംവിധാനം സൗണ്ട് ഒക്കെ മാറി. ആണോ? പിന്നെന്താടാ, നീ നല്ല കാലിബർ ഉള്ളവരല്ലേ, നീ ചെയ്തോ. അടിപൊളി. പക്ഷെ എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റ് ആയിരുന്നില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത് ഷംനയ്ക്കാണ്. അതെന്താ അങ്ങനെ? പുള്ളിക്കാരൻ 2 ബോക്സ് എടുത്തില്ലല്ലോ. അയ്യോ, അത് ക്ലൂ ആയിരുന്നു. അതെന്ന് ഷംനയ്ക്ക് മറ്റേതിൽ അപ്പുറത്ത് എടുക്കാൻ പറഞ്ഞു. റെഡി. ഇലയില്ലാത്ത ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലെ റിബൺ കെട്ടിയ ഓറഞ്ച് ബലൂൺ പൊട്ടിക്കുക. ഇലയില്ലാത്ത ക്രിസ്മസ് ട്രീ. ഇത് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുക. അയ്യോ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാം. അല്ല, ഇത് എഴുതിയ ആൾക്ക് എന്നോട് ഇത്തിരി പോലും എന്താണ് സ്നേഹമല്ല, മനസാക്ഷിയില്ലേ? അതായത് ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ മതി. ഇത് കോമഡി. എനിക്ക് ഇറ്റ്സ് എ കോമഡി ആണോന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് നിമുട എന്ന് പറഞ്ഞ ഡാൻസ് കളിക്കുമ്പം ലോങ് ഹെയർ ആണ്. അപ്പൊ അതില് ഐശ്വര്യ റായ് അതുപോലെയാണല്ലോ നിമുട. അപ്പൊ അതിലൊരു പോർഷനില്ല, അവള് മുടി വെച്ച് ഇങ്ങനെ തിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് വെച്ചിരിക്കുന്നത് മറ്റേ പാർമുടിയാണ്. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു മുടി എന്റെ തലയിൽ നിന്ന് വിട്ട് മുടി മാത്രം എന്റെ കയ്യില്, പിന്നെ അത് അവിടെ എറിഞ്ഞു. അതെങ്ങനെ മാനേജ് ചെയ്തു? അങ്ങനെ എറിഞ്ഞു കളഞ്ഞു. അതുപോലെ തന്നെ വേറൊന്നുണ്ട്. ഞാൻ റോളർ സ്കേറ്റിംഗ് ഭരതനാട്യം ഡാൻസറിൽ ഞാൻ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് US അങ്ങനെയുള്ള പോയത് സിനിമ ഒരു ആക്ട്രസ് ആയിട്ടായിരുന്നില്ല ഞാൻ പോയത് ഈ ഡാൻസ് കാരണമാണ്, റോളർ സ്കേറ്റിംഗ്. അപ്പം ഞാൻ കളിക്കുന്നത് മിൻസാരപ്പൂ അതാണ് കളിക്കുന്നത്. അപ്പം റോളർ സ്കേറ്റിലാണ് ഫസ്റ്റ് എൻ്റെ ഡാൻസ് ആയിരിക്കും. ഈ US-ലൊക്കെ 16 ഷോ മണിച്ചേട്ടനൊക്കെ ഉള്ള ഷോ ആണ്. അപ്പം ഫസ്റ്റ് ഡാൻസ് എൻ്റെ ഇൻട്രൊഡക്ഷൻ ഡാൻസ് ഞങ്ങളുടെ ഡാൻസാണ്. അപ്പം റോളർ സ്കേറ്റ് ഇട്ടിട്ടാണ്. അപ്പം നമ്മുടെ സ്റ്റേജ് അങ്ങോട്ട് ഫ്ലാറ്റ് ആയിരിക്കണം, ഒന്നും പാടില്ല. കാരണം നമ്മൾ ഫാസ്റ്റ് ആയിട്ടല്ലല്ലോ പോകുന്നത്, സ്റ്റെപ്സ് ഒക്കെ റോളറിലാണല്ലോ കളിക്കണേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പോസ് വെച്ചിട്ട് ഇങ്ങനെ പോവാ. അവിടെ ഒരു പണ്ടാര ആണി ഉണ്ടായിരുന്നു, ആണിയുടെ ടോം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണു. അത് എങ്ങനെയാ വീണെന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ഇങ്ങനെ ഞാൻ വീണു. പിന്നെ അവിടുന്ന് എന്ത് ചെയ്യും, കരയോ? ഇവര് പാട്ടും നിർത്തുന്നില്ല. എണീറ്റിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട്. ഇതൊക്കെ സ്ഥിരമുള്ള പരിപാടിയാണ്. ഓക്കെ, ലാസ്റ്റ് അജു. എന്താണ് അജു? നിങ്ങൾ ഇരിക്കുന്ന ചെയറിന്റെ പുറകിൽ റിബൺ കെട്ടിയ നീല ബലൂൺ പൊട്ടിക്കുക.
ഏറ്റവും അടുത്ത സുഹൃത്തിനെ പറ്റി 5 പൊങ്ങച്ചം പറയുക. അടിപൊളി അടിപൊളി അടിപൊളി. കുറ്റം പറയുന്നതായിരുന്നു നല്ലത്. ഈ പൊങ്ങച്ച് നമ്മൾക്ക് എന്തിനല്ലേ? നീരജ് മാധവനെ ആകാം. ഓക്കെ, നീരജ് ബാബു. നീരജും ഞാനും ഇതേ സ്റ്റേജിലുള്ള കണ്ടസ്റ്റൻസ് ആണ് നമ്മൾ രണ്ടുപേരും. ആ റിയാലിറ്റി ഷോ അന്ന് നീരജ് ആക്റ്റീവ് ആയിരുന്നോ? കൊച്ചു കൊച്ചല്ലേ അവൻ? ഞാനൊന്നും അതല്ല ഞാൻ പറഞ്ഞത്, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, ഭയങ്കര സീനിയർ ആണല്ലോ. ഞാനും നീരജും ഒരേ ഏജുകാരാണ്. ആ ഇപ്പോഴാണ് പറഞ്ഞത്. നീരജ് അന്ന് ഇങ്ങനെ ഇരിക്കണോന്നേ ഉള്ളൂ, ആൾക്ക് പ്രായം ഉണ്ടായിരുന്നു. ഇപ്പോഴാ പുറത്തു വന്നത്. അതെ, അന്ന് ആക്ച്വലി നീരജൊക്കെ കുറച്ച് മുന്നിലേ എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഇതേ സ്റ്റേജ് ഇവിടെ ഗംഭീര ഡാൻസർ അല്ലേ? എൻജെ. യെസ്. അപ്പൊ നീരജിനെ കുറിച്ച് പൊങ്ങച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീരജിന്റെ പാട്ട് കേട്ടിട്ട് എന്റെ കുട്ടികൾ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ശീലം കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവനെ കുറിച്ച് പൊങ്ങച്ചം പറയേണ്ട അവസ്ഥയാണ്, താല്പര്യമില്ലാതെ. വീട്ടിൽ ചെല്ലുമ്പം എൻജെ എന്നാണ് എല്ലാരും പറയുന്നത്. ഇവന്റെ നീരജിന്റെ ഒരു രസകരമായ എപ്പിസോഡ് ഞാൻ പറയാം. നീരജ് നീ ക്ഷമിക്കണം. പൊങ്ങച്ചല്ല, കുറ്റം പറ. അത് മതി, കുറ്റം മതി. സൈമ അവാർഡാണോ ഐഫാണോ ഏതോ ഹൈദരാബാദ്. അപ്പം അല്ലു അർജുൻ അദ്ദേഹത്തിന്റെ ബണ്ണി എന്നാ വിളിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിളിക്കണേ, നമുക്കറിയില്ലല്ലോ. അപ്പൊ ബണ്ണി ട്രിബ്യൂട്ട് ചെയ്തു. ബണ്ണീസ് പാർട്ടി, ആഫ്റ്റർ പാർട്ടി ബണ്ണിയുടെ പാർട്ടിയാണെന്ന് പറഞ്ഞു. നീ നമ്മളെല്ലാം ഇരിക്കുന്ന മുറിയിൽ നീരജ് വന്നു. അപ്പൊ നീരജിന്റെ ആറ്റിറ്റ്യൂഡ് ഇസ് ലൈക്ക് ഓൾവേസ് വെരി യങ്. ഭയങ്കര രൺവീർ സിംഗിനെയൊക്കെ എനിക്ക് തോന്നും നീരജിനെ കാണുമ്പോൾ. ആള് ഫുൾ ടൈം ഓണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂവ്സ് ഒക്കെയാണ് നിൽക്കുമ്പോഴാണെങ്കിലും. അപ്പം നീരജ് വന്നിട്ട് എന്ന് നിന്റെ മൊയ്തി എന്ന് പറഞ്ഞ പടത്തിന്റെ സിംഗർ മക്ബൂൽ നീരജ് കൊണ്ട് റൂമിൽ വന്നു. നീരജ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ലെഫ്റ്റിൽ വെച്ച് ശ്രേയ സരൻ കണ്ടു. അപ്പൊ ശ്രേയ ചോദിച്ചു, ആർ യു കമ്മിങ് ഫോർ ബണ്ണീസ് പാർട്ടി എന്ന് പറഞ്ഞു. അപ്പൊ മക്ബൂൽ പറഞ്ഞു, ആർ യു കമ്മിങ് ഫോർ ബണ്ണീസ് പാർട്ടി അല്ലല്ലോ ചോദിച്ചേ, വി ആർ ഗോയിങ് ഫോർ ബണ്ണീസ് പാർട്ടി എന്നല്ലേ പറഞ്ഞേ. അപ്പം അതൊരെണ്ണം. പക്ഷെ പിന്നെ ഹി മേഡ് ഇറ്റ്. അതിന് തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അവിടെ പോയി ഡാൻസ് ചെയ്തിട്ട് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയായി ആ പാർട്ടിയിൽ. കാര്യം അവരൊന്നും ഒരു ഇത്രയും കുറെ നാൾക്ക് ശേഷമായിരിക്കും ഒരു ആക്ടർ ഡാൻസർ ഇങ്ങനൊരു മിക്സ് വന്നത്. ചാക്കോ ചായന് ശേഷം എനിക്ക് തോന്നല്ലേ. പിന്നെ വേറൊരു സുഹൃത്തിനെ കുറിച്ച് ഇനിയിപ്പോ ആരാ കുറ്റം പറയാ? ആഹാ, പെൺകുട്ടികൾക്ക് ഒരിക്കലും വിനീതിനെ പറ്റിയുള്ള ഒരു കുറ്റം പറയാം. അയ്യോ, അതിലെ രസം ഞാൻ ആലോചിക്കാം ആ സമയത്ത് നിവിനെ പറ്റി. വിനീതേട്ടന് കുറ്റമൊന്നുമില്ല, പാവം. നമ്മള് കുറ്റം എന്ന് വെച്ചാൽ നമ്മളെ പോലെ തെറ്റുകൾ ചെയ്യുന്നില്ല, ഒന്നാമത്തെ കുറ്റം. വലിയൊരു കുറ്റമാണ്. നമ്മളെന്താ ചെയ്യുന്നാവോ? അല്ല, നമുക്ക് ഈ പറഞ്ഞ വിശ്രമ വേളകൾ ആനന്ദകരാക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെന്താണ് അതൊന്നും എനിക്കറിയില്ല. അപ്പം അദ്ദേഹം എഴുതുന്നേ ബേസിക്കലി അങ്ങനെ. ഇപ്പൊ ഹൃദയം കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ പുള്ളിയെ വിളിച്ച് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്ന് ഈ ആണെങ്കിൽ അത് കേൾക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ എന്തിവിടെ പറഞ്ഞാലും വളരെ സീരിയസ് ആയി, നാളെ ഞാൻ ഹൃദയത്തിന്റെ ഷൂട്ടിന് വരുന്നില്ല എന്ന് പറഞ്ഞാലും കാര്യം പുള്ളി മനസ്സുകൊണ്ട് ഈ കോൾ ഞാൻ സംസാരിക്കണമെന്ന് തീരുമാനിക്കാതെ മനസ്സിരുത്തി മനസ്സിലാവില്ല. ആദ്യത്തെ കുറ്റമാണ്. അതെ, ശരിക്കും നമ്മൾ ഇപ്പൊ ആ ഫോൺ കോൾ ചിലപ്പോ അദ്ദേഹത്തിനാ ചെയ്തിരുന്നെങ്കിൽ ഇത് മാത്രമേ കിട്ടുള്ളൂ. ചേട്ടാ, ഞാൻ സംവിധാനം ചെയ്യാൻ വേണം. ചേട്ടന്റെ അഭിപ്രായം എന്താ?